നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ പൾസറിലെ ഒരു പ്രധാന പണിയിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്. എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ വണ്ടിയുടെ ബിയറിങ് തകർന്നു പോകുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓട്ടത്തിലായിരുന്നു ഇത് സംഭവിച്ചത്. വലിയ ശബ്ദത്തോടു കൂടി വണ്ടി നിന്നപ്പോൾ നോക്കിയപ്പോൾ ബിയറിങ് മൊത്തം തരിപ്പണമായിരുന്നു. എന്തുകൊണ്ടാണ് അന്ന് അങ്ങനെ ആ ബിയറിങ് പൊട്ടിയതെന്ന് പലരും ചോദിച്ചിരുന്നു. അതിൻ്റെ പ്രധാന വില്ലൻ ഇവനാണ്. യഥാർത്ഥത്തിൽ വണ്ടി കുഴിയിലോ മറ്റോ വീഴുമ്പോൾ ഉണ്ടാകുന്ന ആഘാതം താങ്ങേണ്ടത് ഷോക്ക് അബ്സർവറുകളാണ്. എന്നാൽ ഇതിൻ്റെ ഓയിൽ സീൽ പോയതോടുകൂടി ആക്ഷൻ ഇല്ലാതായി. ഫലം എന്താണെന്ന് വെച്ചാൽ വണ്ടി ചാടുമ്പോഴുള്ള ആ വലിയ ഇടി നേരിട്ട് കൊള്ളുന്നത് വീൽ ബിയറിങ്ങിലാണ്. ബിയറിങ് മൊത്തത്തിൽ തകർന്ന് നാശമാകാൻ ഇത് മാത്രമാണ് കാരണം. ഞാനും മോനും കൂടാണ് പണിയൊക്കെ ചെയ്യുന്നത്. അവനിതിനോടൊക്കെ വലിയ താല്പര്യമാണ്. ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എന്നെ സഹായിക്കാനും സ്ക്രൂ ഡ്രൈവർ എടുത്തുകൊണ്ട് വരാനും സ്പാനർ എടുത്തുകൊണ്ട് വരാനൊക്കെ എന്നെ സഹായിക്കാറുണ്ട്. ഇടതുവശത്തെ ഷോക്ക് അബ്സർവർ അഴിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. വലതുവശത്തെ ഈ സൈലൻസർ ഉള്ളതുകൊണ്ട് നമുക്ക് ശകലം പാടാണ്. അതുകൊണ്ട് സൈലൻസർ കൂടെ അഴിച്ചിട്ട് വേണം ബാക്കി നട്ട് അഴിക്കാൻ. ഈ സ്പാനർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. എൻ്റെ റിംഗ് സ്പാനർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ അത് വെച്ചാണ് അഴിക്കാൻ ശ്രമിച്ചത്. പുതിയ ഷോക്ക് അബ്സർവർ പാക്ക് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. 2 പാക്കായിട്ടാണ് വരുന്നത്. ഇത് തുറന്ന് കാണുന്നത് എന്നേക്കാൾ തിടുക്കം അവനാണ്. കണ്ടില്ലേ, സ്ക്രൂ ഡ്രൈവറൊക്കെ ഉപയോഗിച്ച് കുത്തിപ്പൊളിച്ച് അത് പുറത്തെടുത്തു. നമ്മളിത് മേടിച്ചത് കുമ്പഴ റോയൽ ബജാജിൽ നിന്നാണ്. ഏകദേശം ഒന്നിന് 1300 രൂപയായി. സൈലൻസർ അഴിച്ചതുകൊണ്ട് റൈറ്റ് സൈഡിലെ ഷോക്ക് അബ്സർവർ പിടിപ്പിക്കുന്നത് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. 1/1 ആയിട്ടേ അഴിച്ച് സെറ്റ് ചെയ്യാവും. ആർക്കും ഇത് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പഴയ ഷോക്ക് അബ്സർവറിൻ്റെ സീലെല്ലാം പോയിട്ട് ഓയിലെല്ലാം വെളി വന്ന് ആകെപ്പാടെ പൊടിയായി നാശമായിരിക്കായിരുന്നു. അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് തുടച്ചിട്ട് വേണം ഇത് പുതിയത് പിടിപ്പിക്കാൻ. നമ്മൾ ഷോക്ക് അബ്സർവർ മേടിക്കുമ്പോഴേ ഷോറൂമിൽ നിന്ന് തന്നെ മേടിക്കാൻ ശ്രമിക്കുക. ജെനുവൻ പാർട്സ് തന്നെ മേടിക്കാൻ ശ്രമിക്കുക. ഡ്യൂപ്ലിക്കേറ്റ് മേടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കംപ്ലൈൻറ്റ് ആവാൻ സാധ്യതയുണ്ട്. അവിടുത്തെ ബോൾട്ട് മുറിക്കിയതിന് ശേഷം നമ്മൾ അപ്പുറത്തേത് അഴിക്കുകയാണ്. വളരെ സൂക്ഷിച്ച് വേണം നമ്മളിതൊക്കെ ചെയ്യാൻ. പഴയ ഷോക്ക് അബ്സറിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഓയിൽ സീൽ പോയിട്ട് ഇതിനകത്തുള്ള ഓയിൽ മുഴുവൻ പോയിട്ടാണ് അതിൻ്റെ ബുഷും എല്ലാം നാശമായി. വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് നടുവേദന വരെ ആയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് കുട്ടപ്പനാക്കിയ ശേഷം വേണം പുതിയത് ഇടാനൊക്കെ. മുകൾ വശത്തുള്ള ബുഷ് ഭാഗം ആദ്യം കയറ്റിയ ശേഷം താഴെ ഇടുക. അങ്ങനെയാണ് ഇത് ഇടേണ്ടത്. എങ്കിലാണ് കറക്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് കയറ്റിയിടാൻ പറ്റുന്നത്. ഇതിൻ്റെ ബോൾട്ടെല്ലാം ടൈറ്റ് ആയ ശേഷം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. പൾസർ ബൈക്കുള്ള നമ്മുടെ കൂട്ടുകാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. ഇത് നോക്കി ഇടുന്നതൊക്കെ വളരെ സിമ്പിളാണ്. നമുക്ക് വർക്ക്ഷോപ്പിൽ പോകേണ്ട കാര്യമില്ല. ടൂൾ ബോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റപ്പായിട്ട് ഇത് മാറിയെടുക്കാവുന്നതേ ഉള്ളൂ. നേരെ ഷോറൂമിൽ ചെന്നിട്ട് റിയർ ഷോക്ക് അബ്സർവർ തരാൻ പറഞ്ഞാൽ മതി. പിന്നെ അത്യാവശ്യം കുറേ ടൂൾസൊക്കെ നമ്മൾ കരുതിയിരിക്കണം. ഇതെനിക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് തന്നതാണ് ഈ ടൂൾ ബോക്സ്. അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടുകാർ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്